നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിത്യജീവിതത്തിൽ പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. ജീവിതത്തിലുണ്ടാവുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമ്മർദ്ദം സ്ട്രെസ്സിന് വഴിയൊരുക്കുന്നുണ്ട്. ശാരീരികാരോഗ്യം പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാനസികാരോഗ്യവും. സ്ട്രെസ് എങ്ങനെ അകറ്റാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നജീബ് എസ് ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, സ്ട്രെസ് ഒരു രോഗമാണോ? എന്താണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ? ഇപ്പൊ സ്ട്രെസ് എപ്പോഴും ഒരു രോഗലക്ഷണമാണ്. സ്ട്രെസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ചോദ്യത്തിന് ഞാൻ ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അത് കഴിഞ്ഞെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ലാസ്റ്റ് വീക്ക് കടന്നുപോയി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു സ്ട്രെസ് ഉണ്ടായി, ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്തു. പരസ്പരം പിന്നെ ഒരു യുദ്ധത്തിന്റെ വക്കത്തോളം എത്തിയ ഒരു സ്ട്രെസ് ഉണ്ടായി. അപ്പൊ അത് ഇന്ത്യയിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളവർക്കും അത് സ്ട്രെസ് ഉണ്ടാക്കി. അപ്പൊ ഒരു കാര്യം നമ്മളെ വിജിലാക്കുകയാണെങ്കിൽ, വിജിൽ എന്ന് പറഞ്ഞാൽ എറോസ്ഡ് ആക്കണം, നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു. അത് ഒരു പരിധിക്കപ്പുറം നമ്മുടെ അറ്റൻഷനെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ട്രെസ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു സംഭവം അതില് പങ്കാളിയാകുകയോ അല്ലെങ്കിൽ അതിൽ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് നോക്കിക്കാണുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഈ സബ്ജക്റ്റിൽ ഉണ്ടാവുന്നുണ്ട്. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ അത് സാധാരണ രീതിയിൽ നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്തിനകത്ത് ഈ പിന്നെ ഉണ്ടാകുകയും, ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ഒരു വാർ സോണിലായിരുന്നു, അത് ആ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസ്. പക്ഷേ ഈ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടെ വൈഡർ ലെങ്തിലും പോവാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ 1 മന്തിനകത്ത് അത് സബ്സൈഡ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇത് സബ്സൈഡ് ചെയ്യണം. അതങ്ങനെ 1 മന്തിനകത്ത്, ഒരു മാസത്തിനകത്ത് സബ്സൈഡ് ചെയ്തില്ലെങ്കിൽ അത് പോസ്റ്റ് PTSD എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതിന് നമുക്ക് ഇപ്പോൾ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്താണെന്ന് ഞാൻ ഒന്ന് വിവരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ലാസ്റ്റ് 1 വീക്ക് പത്രമാധ്യമങ്ങളിലല്ല നമ്മുടെ ബോർഡറിൽ ഉണ്ടായിരുന്ന ആ സ്ട്രെസ് ജനങ്ങൾ മനസ്സിലാക്കുകയും ഓരോ ആൾക്കാരിലും അത് പല രീതിയിൽ പിന്നെ സൈക്കോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടായി. അതായത് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടായി. എങ്ങനെയൊക്കെയാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവുന്നത്? ഓർക്കക്കുറവുണ്ടാവും, അതുപോലെ പിന്നെ ഇറിറ്റേഷൻ, അതായത് മാനസികമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഉള്ളവരിൽ ആങ്സൈറ്റിയാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഈ അക്യൂട്ട് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് പറയുന്നത് ഒരു പക്ഷേ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നുള്ള ഒരു രോഗം ആ സമയത്ത് ഉണ്ടാവാം. അത് നേരിട്ട് ഫസ്റ്റ് ഡേ അല്ല സാധാരണ ഉണ്ടാകുന്നത്, 2-3 ഡേയ്സ് കഴിയുമ്പോഴാണ് ഈ സിംറ്റംസ് ഇത് നേരിടുന്ന അല്ലെങ്കിൽ വിറ്റ്നസ് ആവുന്ന ആളിൽ പ്രകടമാകുന്നത്. ഉറക്കക്കുറവ് തൊട്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഉറക്കം അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുക, ജോലി സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ, എല്ലാവരോടും ഇറിറ്റേഷൻ തോന്നുക, പിന്നെ ഒരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യും. റെസ്റ്റ്ലെസ് ഇൻ ദി സെൻസ് പിന്നെ സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ഉള്ളവരിലുണ്ടാവും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഓൾറെഡി ഒരു ആങ്ഷ്യസ് പേഴ്സൺ അല്ലെങ്കിൽ ഉത്കണ്ഠ പല തരത്തിലാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഓൾറെഡി ഒരു ഉത്കണ്ഠ അസുഖമോ അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരായ ജനങ്ങൾക്ക് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറാം. ഞാൻ എല്ലാം ഇപ്പോ റീസെന്റ് വന്ന ഒരു സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മാത്രമല്ല, പേഴ്സണൽ ലൈഫിൽ, അതിപ്പോൾ സാമൂഹികപരമായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരുന്നു. പേഴ്സണൽ ലൈഫിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. ഇപ്പോൾ പരീക്ഷ പിന്നെ റിസൾട്ടുകൾ വന്നു,
അത് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അതിനു മുമ്പ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാം. അത് ശേഷം പിന്നെ ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടിയെങ്കിൽ അതൊരു സ്ട്രെസ് ആവാം. അങ്ങനെ പേഴ്സണൽ ലൈഫിലും സ്ട്രെസ് ഉണ്ടാവും. എല്ലാവർക്കും ഓരോ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ്ഫുൾ ആവാം. അപ്പോൾ ഇത് ഗ്രാജുവലി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസിനെയാണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വശം എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ തന്നെയാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും ഇത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഇവർ പ്രകടിപ്പിക്കും. സാധാരണ രീതിയിൽ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് സബ്സൈഡ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ ആ ഉത്കണ്ഠയുടെ അളവനുസരിച്ച് ചിലവർക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസോസിയേഷൻ എന്ന് പറയും. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ നിൽക്കുന്നു, ഞാൻ ആരാണ്, എന്താണ് ഡീപ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ കണ്ടീഷനിലൂടെ ഇവർ കടന്നു പോകുന്നു. പറഞ്ഞാൽ ഇപ്പോ തന്നെ മറന്നു പോകുന്ന ഒരു കുറച്ചുകൂടെ മോർ സിവിയർ ഡിസോർഡറിലേക്ക് പോവാം. അല്ലെങ്കിൽ ഡീ റിയലൈസേഷൻ, സ്ഥലങ്ങൾ എവിടെയാണ്, എന്താണ്, സ്ഥലങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കില്ല. ഇങ്ങനെ ഉള്ള കണ്ടീഷനിൽ ചിലപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവര് അവരെ ജോലി തന്നെ പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഫീസിലാണ് എന്നുള്ള ഒരു പിന്നെ തോന്നില്ലാതെ പ്രതികരിച്ചതാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സബോർഡിനേറ്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെയൊക്കെ പ്രതികരിക്കേണ്ട രീതിയിലല്ലാതെ പ്രതികരിക്കും. ഇതിനെല്ലാം ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കണം. മേ ബി റീസെന്റ് അയാളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സമാനമായ ഒരു കണ്ടീഷനിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ നേരിട്ട് ഇടപെട്ടോ. ഫോർ എക്സാമ്പിൾ സോൾജിയേഴ്സിന്, നമ്മുടെ പട്ടാളക്കാർക്ക് അത് ഉണ്ടാവാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനുണ്ടാവാം, ജനങ്ങൾക്കുണ്ടാവാം ഒരു അപ്രിഹെൻഷൻ, അത് ഇനി എന്ത് സംഭവിക്കും. മിക്കവാറും പലർക്കും നേരിട്ടല്ലെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ പേരൻസ്, മക്കളെല്ലാം ഡൽഹിയിൽ പഠിക്കുന്നു, മക്കൾ പലരും പലയിടത്തായിട്ട് പഠിക്കുന്നവരായിരിക്കും. ഇതിന്റെ കാശ്മീരിൽ പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോർഡറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അവർക്ക് മാത്രമല്ല അവരുടെ പാരൻസിനും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. പാരൻസ്, ഫാമിലിക്ക്, വൈഫ്, കുട്ടികൾക്ക്, ഇതെല്ലാം ഒരു ചെയിൻ ആയിട്ട് അങ്ങ് പോകും. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്ക് അതൊരു പ്രശ്നം ഇല്ലെങ്കിലും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മറ്റുള്ളവർക്ക് സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും. ഹലോ, പറയൂ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഇത്തരം ഒരവസ്ഥയെ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും സാധിക്കും? ഇത് ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പിന്നെ ഇപ്പൊ പറഞ്ഞത്. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ, അതായത് ഒരു മാസത്തിനകത്ത് വന്നു പോകുന്ന ഒരു ആങ്സൈറ്റിയാണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. അതുപോലെ തന്നെ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട വേറൊരു മേഖലയാണ്, ഒരു പക്ഷേ ധാരാളം പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അറിവും ഉണ്ടാവും. ഇന്ന് പുതിയ തലമുറയൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ട്. PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. മനസ്സിലായത്? ഇപ്പോ നമ്മുടെ ഈ മെയില് യുദ്ധം, പിന്നെ യുദ്ധം പോലെ ഒരു പ്രശ്നം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ പറയുക. പിന്നെ ചിലപ്പോൾ അടുത്ത മാസം ഇത് സാധാരണ ഒരു ആള് മറക്കും. പക്ഷെ മറക്കാതെ PTSD എന്നുള്ള ഒരു മേഖലയിലേക്ക് പോകും. PTSD എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു ത്രട്ടൊന്നുമില്ല. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിൽ ആ ത്രട്ടൊന്നുമില്ലായിരിക്കും. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഇൻട്രൂസീവ് തോട്ട്സ് എന്നാണ് പറയുന്നത്, ഇതിന് ചെറുക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ ഈ തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് കാരണം ഉണ്ടാകുന്ന മേജർ ഒരു സൈക്യാട്രിക് പ്രോബ്ലമാണ് ഡിപ്രഷൻ, വിഷാദ രോഗത്തിന് അടിമയാവും. ഇപ്പോ ഞാൻ കോറിലേറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ വാറുമായിട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ഇതിനെക്കുറിച്ചുള്ള ന്യൂസും ഇനി അടുത്ത ഇപ്പോ ജൂണിലായിരുന്നാലും
ജൂലൈയിലേക്ക് മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ പെടുത്താം. അവർക്ക് നേരത്തെ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറിൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടായ ആങ്സൈറ്റി അല്ല, ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. ഡിപ്രഷൻ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, മറ്റുള്ള ഡിപ്രഷൻ പോലെ അതേ ഫീച്ചേഴ്സ് ആണ്. അവസാനം സൂയിസൈഡ് ടെൻഡൻസി വരെ ആകാം. അതും അത് മൈൽഡ് മോഡറേറ്റ് ഗ്രേഡ് അനുസരിച്ചാണ് അതിന്റെ സിവിയറിറ്റി വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. PTSDക്ക് ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് മനസ്സിലാവും. പേഷ്യന്റ് സാധാരണ ഇങ്ങനെയുള്ള രോഗികൾക്ക് മനസ്സിലാവും. എന്റെ മനസ്സിൽ അകാരണമായിട്ട് പഴയ ചിന്തകൾ, പഴയ ഹോണ്ടിങ് സീൻസ്, പഴയ ഫോർ എക്സാമ്പിൾ യുദ്ധത്തിന്റെ ആ സീനൊക്കെ കടന്നു വരും. അത് മനസ്സിൽ നിന്ന് മാറ്റാൻ നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ട്, അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ ഡിപ്രഷൻ ഉണ്ടാവും. അവർക്കും ഉറക്കക്കുറവും വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളും അവർ കാണിക്കും. പ്രത്യേകിച്ചും അവർ ടിയർഫുൾ ആവും. പിന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ ആവും. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഈ എനർജി, അവരുടെ ലൈഫിലെ എനർജി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇത്തരക്കാരിലാണ് ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഡിഫറെന്റ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരും. വ്യക്തമാണ് ഡോക്ടർ. ഈ സ്ട്രെസ് പോലുള്ള ഈ ഒരു അവസ്ഥയുടെ അപകടങ്ങൾ എത്രത്തോളമാണ് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ തകർക്കുന്നത് എങ്ങനെയാണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ട്രെസ്സിനെ വളരെ നെഗറ്റീവ് കൊണക്ടേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആം സ്ട്രെസ്ഡ്, ഐ ആം ടെൻസ്ഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് എക്സാം ആയിരുന്നാലും കുട്ടികൾ എക്സാമിലൂടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെ ജോലി ഭാരത്തിലൂടെ അല്ലെങ്കിൽ ജോലി കിട്ടുക, അങ്ങനെയുള്ള ഒരേ ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഉണ്ട്, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതിലുള്ള സ്ട്രെസ്സസ് ഉണ്ട്. പിന്നെ അസുഖം തന്നെ ഒരു സ്ട്രെസ്സാണ്. പക്ഷെ ഈ സ്ട്രെസ് ഒരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് അത് കോപ്പപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിന് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു വ്യക്തിക്ക് അടുത്ത മാസം കുറച്ച് കാശ് വേണം. അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകാതെ അത് ആ കാശ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത മാസം ഒരു എക്സാം ആണ്, ഇന്നിരുന്ന് പഠിച്ച് നേരത്തെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ, മൈൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഈ ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ മോർ വിജിലാവും, മോർ ആക്റ്റീവ് ആവും, മോർ അറ്റൻറ്റീവ് ആവും. പിന്നെ അതിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാം. ഇതാണ് അത് കൊണ്ട് മൈൽഡ് സ്ട്രെസ് എപ്പോഴും ലൈഫിൽ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നതാണ്, നമ്മളെ പ്രിപ്പറേഷൻ തരുന്നതാണ്. ഇതെല്ലാം ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സാധാരണ ആൾക്കാർക്ക് ഇവിടെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പേടി. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അൻവിഷാണ്. അൻവിഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഞാൻ അൻവിഷാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 1-2 മാസമായിട്ട് ഇപ്പൊ കരിയർ ഫോക്കസ് ചെയ്തിട്ട് 2 ഡിസിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എടുക്കാൻ പറഞ്ഞിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് അറ്റ് ലാസ്റ്റ് ഇപ്പോ 2 ഓപ്ഷനിലോട്ട് നമുക്കിപ്പോ എത്താത്ത പോലെ ആയിട്ടാണെങ്കിൽ ആ സ്ട്രെസ് കാരണം ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രെസ് കാരണമാണ് ഇപ്പോ ഹെയർ ഫാള്, പിന്നെ നമുക്ക് ഒരു ബ്രെയിൻ ഫോഗ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈവൻ അത് അറിഞ്ഞിട്ടും നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അതിനൊന്ന് മൂവ് ഔട്ട് ആകാൻ ഒരു പറ്റാത്ത പോലെ. ഇതില് അനീഷ് അല്ലേ? അനീഷ് ഇത് അറിഞ്ഞതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ട്, മനസ്സിലായി. ഐ ആം സ്ട്രെസ്ഡ് ഔട്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ആയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒരു പക്ഷേ സെൽഫ് കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് എന്റെ വിഷയങ്ങൾ എന്താണ്, അതെങ്ങനെ അനീഷ് സ്വന്തമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അനീഷിന് അറിയാമല്ലോ, ഇതിപ്പോ എന്നെ കൊണ്ട് സ്വന്തമായിട്ട് അത് ഈ സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം, ഒരു സപ്പോർട്ടീവ് കൗൺസിലിംഗ് എടുക്കാം. ഓക്കെ, മൈൽഡ് മോഡറേറ്റ് ലെവൽ വരെ നമുക്ക് സപ്പോർട്ടീവ് കൗൺസിലിംഗിലൂടെ ഈ അനീഷിന്റെ പ്രശ്നം തീരും. അതും കഴിഞ്ഞിട്ടും സ്ട്രെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ആന്റി ആങ്സൈറ്റി ടാബ്ലറ്റുകൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഡോസിൽ തന്നെ ഇത് കവർ ചെയ്യുകയും ചെയ്യും. പിന്നെ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണരുത്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പായിട്ട് കണ്ട്, അതാണ് പോസിറ്റീവായിട്ട് കണ്ട്. നമ്മുടെ വീക്ക് ആയതുകൊണ്ട് എനിക്ക് പിന്നെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നു, അങ്ങനെ ഒരു ഇതിലേക്ക് പോകരുത്. ബിക്കോസ് ഐ കാണ്ട്, ഇപ്പൊ എനിക്കത് മാനേജ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പൊ ഐ നീഡ് എ ഹെൽപ്പ്. ഓക്കെ, ഔട്ട്സൈഡ് പ്രൊഫഷണൽ ഹെൽപ്പ്, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിന്റെ മരുന്ന് വാങ്ങി കഴിക്കൂ ചെയ്ത് കുറച്ച് നാളത്തേക്കുള്ള ഒരു ഫിനോമിനാണ്. അപ്പൊ അത് സഫർ ചെയ്യേണ്ട കാര്യമല്ല. അനീഷിനെ പറഞ്ഞ 2 ടാർജറ്റ് ഇതുണ്ടായിരുന്നു, എയിം ഉണ്ടായിരുന്നു. അതിപ്പോ രണ്ടിലും അനീഷ് പറഞ്ഞ ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നിലും നമ്മൾ നേരത്തെ നമ്മുടെ ബ്രെയിൻ്റെ ആ ഷാർപ്പ്നെസ് അങ്ങ് നഷ്ടപ്പെടും, നമ്മുടെ കാൽക്കുലേഷൻ പോവും, നമ്മുടെ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പലതും കൂട്ടലുകൾ തെറ്റിപ്പോവാം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ചിലപ്പോ സപ്പോർട്ടീവ് കൗൺസിലിംഗ് പോലുള്ള, അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ ഒക്കുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ചിലപ്പോൾ ആവശ്യമായി വരാം. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ബിക്കോസ് ഒരു അക്യൂട്ട് കൺഫ്യൂഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ പിന്നെ ഒന്നും പലതും വേർതിരിച്ചെടുക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു ഔട്ട്സൈഡ് ഹെൽപ്പ്, ഒരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് ഓർ സൈക്യാട്രിസ്റ്റിനെ അന്വേഷിച്ച് കാണാവുന്നതാണ്. ഡോക്ടർ, സ്ട്രെസ് എങ്ങനെ അകറ്റാൻ സാധിക്കും? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ഇതിന് നൽകി വരുന്ന കൗൺസിലിങ്ങിനെ കുറിച്ചും കൂടുതൽ വ്യക്തമാക്കാമോ? ഇത് ഫോർ എക്സാമ്പിൾ സ്ട്രെസ് വരുമ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇതിനു മുമ്പുള്ള ആഡിൽ കാണിച്ചാൽ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, യൂഷ്വലി നമ്മുടെ മെയിലാണെങ്കിൽ കൂടുതൽ പേരും സിഗരറ്റ് വലിക്കും, പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ചിലപ്പോ മദ്യപാനം പോലുള്ള ദുശ്ശീലങ്ങളിലേക്ക് വീഴാൻ ഒരു കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൂടുതൽ നമ്മുടെ പ്രോബ്ലംസ് അവിടെ നിർത്തിക്കൊണ്ട് അത് വലുതായിക്കൊണ്ടിരിക്കും. സ്ട്രെസ് ഉണ്ടാവുന്നത് ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോഴാണ്. ആ ഇഷ്യൂ കുറഞ്ഞു വരുമ്പോൾ സ്ട്രെസ്സും ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. പക്ഷെ ഇതിന്റെ ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ സ്ട്രെസ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള സബ്സ്റ്റൻസ്, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനോടൊപ്പം സബ്സ്റ്റൻസ് കൂടെ യൂസ് ചെയ്യുന്ന ധാരാളം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഇഷ്യൂ അവിടെ നിൽക്കുകയും അത് പർവ്വതീകരിക്കുകയും നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പരിണത ഫലമാണ് സ്ട്രെസ്സിന്റെ. അക്യൂട്ട് ആയിരുന്നാലും, അതായത് ഷോർട്ട് ടൈം സ്ട്രെസ് ആയിരുന്നാലും ലോങ് ടൈം സ്ട്രെസ് ആയിരുന്നാലും, ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് യൂസിലേക്ക്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദാർത്ഥം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഈ സ്ട്രെസ് മൈൽഡ് ആണെങ്കിൽ അത് നമുക്ക് ഉപകാരമാണ്. അതിനെ നമ്മൾ പിന്നെ ഒരു ശത്രുവായിട്ട് കാണരുത്. അത് നമ്മളെ പ്രിപ്പയർ ചെയ്യും. അഡ്രിനാലിൻ പോലുള്ള രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കി അത് നമുക്ക് വിജിലാക്കും. മനസ്സിലായില്ലേ? പിന്നെ ഒരു ശത്രുവിനെ നേരിടാനുള്ള കരുത്ത് നമുക്ക് തരും. ശത്രു ഇൻ ദി സെൻസ് പിന്നെ നമ്മുടെ ഇഷ്യൂസ്, പ്രോബ്ലംസിന് നേരിടാനുള്ള കരുത്തുണ്ടാവും. പക്ഷേ സ്ട്രെസ് അമിതമായിട്ട്, അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലോ അല്ലെങ്കിൽ സിവിയർ ലെവലിലോ അമിതമായിട്ടുണ്ടാവുമ്പോൾ, നേരത്തെ പറഞ്ഞ ഒരു കോളർ വിളിച്ച കണക്ക് നമുക്കത് കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് എത്തുകയും സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് സൈക്കോളജിക്കലി അത് ഡീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് അക്യൂട്ട് സ്ട്രെസ്സിലൊന്നും യോഗ, മെഡിറ്റേഷൻ ഇതൊന്നും ഒരു പരിധിവരെ മെഡിറ്റേഷൻ സഹായിക്കുമെങ്കിലും അത് മൈൽഡ് മോഡറേറ്റ് ലെവലിലാണ് ഞാൻ ഇപ്പോൾ കാര്യം പറയുന്നത്. മൈൽഡ് ആൻഡ് മോഡറേറ്റ് നമുക്ക് പിടിച്ചിരിക്കാൻ ഒക്കുന്നില്ല. ഇഷ്യൂസ് കൊണ്ട് സ്ട്രെസ് ഉണ്ടായി, സ്ട്രെസ് കാരണം നമുക്ക് ഉറക്കം പോയി, അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള ഒരു കാംനെസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കണ്ടീഷനിൽ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇതുപോലെ സെൽഫായിട്ട് മെഡിറ്റേഷൻ, യോഗ തെറാപ്പി,
പിന്നെ അങ്ങനെയുള്ള നമ്മളെ മനസ്സിന് സമാധാനം തരുന്ന കുറച്ച് ചികിത്സകളിലേക്ക് പോവാം. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് മെയിനായിട്ട് സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത് ഫോർ ആങ്സൈറ്റി, ഫോർ ഡിപ്രഷൻ, ടു അലിവേറ്റ് സ്ട്രെസ്, സപ്പോർട്ടീവ് തെറാപ്പി, സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടീവ് തെറാപ്പി. ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് തന്നെ സൈക്കോളജിയിലുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് 1 or 2 സിറ്റിംഗ്സിലൂടെ ഇവര് സ്ട്രെസ് വളരെ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വ്യക്തമാണ് വിത്തൗട്ട് ഡോക്ടർ. മെഡിക്കേഷൻ. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മാലിപ്പുറത്ത് നിന്ന് അബു ആണ്. അബു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, നമസ്കാരം. നമസ്കാരം. അതെ, ആ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി സ്ട്രോക്ക് വന്നിട്ടുണ്ട് പണ്ട് ഒരു 25 കൊല്ലം മുമ്പ്. നമസ്കാരം. 25 കൊല്ലം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പറയൂ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ആംലോഡിപ്ലിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആംലോഡിപ്ലിൻ കഴിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ സെറ്റാലോപ്ലസ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഉറങ്ങാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോ ഉറങ്ങും. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നിർത്തി കഴിഞ്ഞാൽ കൈവിറയലും ഭയങ്കര മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. വയലന്റ് ആവും. അത് നിർത്തി കഴിഞ്ഞാൽ വൈഫിനോടൊക്കെ വയലന്റ് ആവും. ഇപ്പൊ 25 വർഷമായിട്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് എഴുതി തന്നത് സ്റ്റാലോഫോം പ്ലസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അപ്പൊ അത് സ്റ്റാലോഫോം പ്ലസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. അപ്പൊ ഡോക്ടർ അവര് എഴുതി തരുന്ന ഹാർട്ട് ഡോക്ടറാണ്. എന്നെ ആൻജിയോപ്ലാസ്റ്റി 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പ്രഷറാണ്. പ്രഷർ കൂടിയ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. 3 തവണ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 4 സ്റ്റണ്ട്. അപ്പൊ ഉറക്കം നിന്നാ പ്രഷർ കൂടും. പ്രഷർ കുറക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 25 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഇതും പിടിക്കാതെ ഇപ്പൊ 2 മണിയൊക്കെ ഉറങ്ങുമ്പോ. എന്തെങ്കിലും ഇത് കഴിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടാ? ഈ അബു കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നില് 2 കോമ്പിനേഷനാണ്. സ്റ്റാലോപ്പം പ്ലസ്സില് ഒരു ക്ലോണസ്, അത് ഒരു മരുന്നായിട്ട് ഒരു ഗുളിയായിട്ടാണ് തരുന്നത്. പക്ഷെ അതിൽ 2 ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ അസുഖത്തിനും പിന്നെ ഡിപ്രഷന് അഥവാ പിന്നെ വിഷാദ രോഗത്തിനുള്ള ഗുളികയും കൂടെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ 2 കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ ഈ പിന്നെ ഉത്കണ്ഠയാണ് കൂടുതലായിട്ട് കുറയ്ക്കുന്നത്. അബു മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാവരിലും ഈ ഉത്കണ്ഠയുടെ അളവ് ഒന്നുപോലെ അല്ല, പല രീതിയിലാണ്. ചിലവർക്ക് ചെറിയ രീതിയിൽ ഉത്കണ്ഠ ഉള്ളവരാണ്, ചിലവർക്ക് അതിനേക്കാളും കൂടുതലുണ്ട്, ചിലവർക്ക് സിവിയർ രീതി, അതായത് കൂടുതലായിട്ട് ഉത്കണ്ഠ വരാറുണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സനുസരിച്ചാണ്. അബുവിന് ഇപ്പോൾ 25 വർഷമായിട്ട് ഈ പിന്നെ ഈ ഉത്കണ്ഠയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഉത്കണ്ഠ കൂടുമ്പോൾ ഉറക്കം പോകുന്നുണ്ട്, BP കൂടുന്നുണ്ട്. അപ്പൊ ഇത് മിക്കവാറും ഈ മരുന്ന് എല്ലാ മിക്ക കാർഡിയോളജിസ്റ്റുകളും നേരത്തേക്ക് അൽപ്പസോളം പോലുള്ള മരുന്നുകളാണ് എഴുതിയിരുന്നെങ്കിൽ അതിനേക്കാളും ഡിപ്പെൻഡൻസി കുറവുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും ദൂഷ്യവശങ്ങൾ കുറവുള്ള ഈ ക്ലോണസപ്പം കലർന്ന മരുന്നുകളാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ സൈക്കാട്രിസ്റ്റ് തന്നെ വേണമെന്നില്ല. എല്ലാ കാർഡിയോളജിസ്റ്റുകളും ഈ കാർഡിയാക് പ്രൊസീജിയർ, അതായത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്കണ്ഠ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഉത്കണ്ഠ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊരു സ്ട്രെസ് ആണല്ലോ. പിന്നെ സ്റ്റെന്റ് ഇടുന്നത് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നത്, ഇതെല്ലാം സ്ട്രെസ് ആണ്. പിന്നെ അതിനെക്കുറിച്ച് സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. സ്ട്രെസ് എങ്ങനെ അകറ്റാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നജീബ് എസ് ആണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.